ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ റൂമെല്ലാം ഇതുപോലെ അലങ്കോലമായിട്ട് കിടക്കും. ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ കട്ടിലിന്മേലും തറയിലൊക്കെ വാരി വെക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റാണ് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി തൂത്തൊക്കെ വൃത്തിയാക്കി ഇടുന്നത്. ഇതിനു മുന്നേ എൻ്റെ കുഞ്ഞൻ വാവ് വന്ന് ഒരു സ്റ്റെപ്പ് നിരത്തിയിട്ട് ഉണ്ടാവും. എല്ലാം കൂടെ ഇരട്ടി പണിയാണ്. എന്നാലും ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം സർവ്വസാധാരണമാണ്. ഓരോ സാധനം അങ്ങും വാരി വിതറി കിടക്കുന്നത്. ഫസ്റ്റ് കട്ടിലുള്ള സാധനങ്ങളൊന്ന് അടുക്കി പിറക്കി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ബെഡ്ഷീറ്റും കൂടെ ഇന്ന് മാറ്റണമായിരുന്നു. ആകെപ്പാടെ എല്ലാം അലങ്കോലായിട്ട് കിടന്ന് അഴുക്കൊക്കെ പറ്റി നന്നായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഫസ്റ്റിലെ തന്നെ ഞാൻ ഈ ടേബിൾ ഒന്ന് അടുക്കി പിറക്കാന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു കട്ടിൽ അടുക്കി പിറക്കാന്ന്, പിന്നെ വിചാരിച്ചു ടേബിളിലോട്ട് കൈവച്ച അതൊന്ന് സെറ്റാക്കിയ ശേഷം ബാക്കി പണിയിലോട്ട് കടക്കാന്ന്. അങ്ങനെ പറ്റുന്നത് പോലെ ഏകദേശം ഓരോ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ 12 മണി എന്ന് പറയുന്നത് രാത്രി 12 മണിയാണേ. അപ്പൊ ആ സമയത്താണ് ഇതെല്ലാം ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. എന്റെ സ്വയം ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഈ കലാപരിപാടികളെല്ലാം ഇവിടെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും പെട്ടിയിലിരിക്കേണ്ടതൊന്നും പെട്ടിയിലിരിക്കൂല, തറയിലും ഒക്കെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഞാൻ ഓരോന്നും അതിന്റെ സ്ഥാനത്തെല്ലാം കൊണ്ടുവച്ച് അതെല്ലാം അവിടെ കൊണ്ടുവച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചൂലുമായിട്ടാണ് കേട്ടോ വന്നത്. ആദ്യം വിചാരിച്ചു ചൂല് വെച്ചൊന്ന് തൂത്തൊന്ന് ക്ലിയർ ചെയ്യാന്ന്. അപ്പോഴാണ് ബെഡ്ഷീറ്റിന്റെ കോല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി എന്നിട്ട് വേറെ നല്ല അലക്കിയ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബെഡ്ഷീറ്റൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണേ. അപ്പം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഏകദേശം 1 വർഷമായിട്ട് ഞാൻ ഈ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മെഷീൻ വാഷിങ് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് വാഷിങ് ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പവും ഇതിന് പറ്റിയിട്ടില്ല. അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു 5 പീസ് ബെഡ്ഷീറ്റ് സെറ്റാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഇനിയൊരു കുഞ്ഞു പില്ലോ കൂടി വരും കേട്ടോ. അങ്ങനെയാണ് 5 പീസ് ആവുന്നത്. എനിക്കിത് ഏകദേശം എനിക്ക് തോന്നുന്നു 500 സംതിങ് രൂപയ്ക്കോ 400 സംതിങ് രൂപയ്ക്കോ ആണ് എനിക്ക് അന്ന് കിട്ടിയത്. കിങ് സൈസ് ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിങ് സൈസിൽ ഇടുമ്പോഴത്തേക്ക് അത്ര വലിയ ലെങ്ത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. പക്ഷെ ക്യൂൺ സൈസിന് ഇത് കറക്റ്റ് ആണ്. ഇതുപോലെ തന്നെ വേറെ ഞാൻ 2-3 ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്, അടിപൊളിയാണ് കേട്ടോ. ഇനിയുള്ള ചപ്പ് ചവറെല്ലാം വാരി വലിച്ചുവാരി കടന്നത് ഫുള്ള് ഞാൻ തൂത്ത് പറക്കി കളയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ റിംഗ് ലൈറ്റില്ലേ, അത് ഇടയ്ക്കിങ്ങനെ കട്ടായി പോകും. 2-3 ദിവസത്തിന് മുന്നേ ആയിരുന്നു കേട്ടോ ഒരു എക്സ്റ്റൻഷൻ കോഡ് മേടിച്ചത്. പക്ഷെ അത് നന്നായിട്ടൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിലും 3 സൈഡിൽ നമുക്ക് കുത്തി വെക്കാൻ പറ്റുമെങ്കിൽ അതിൽ ഒരു ബ്ലോക്ക് മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കണം. അങ്ങനെ റൂമിലുള്ള ചപ്പ് ചവറെല്ലാം ഞാൻ തൂത്ത് പറക്കി ഫ്രണ്ടിലോട്ട് കൊണ്ടിട്ടു കേട്ടോ, ഹാളിലോട്ട്. ഇനി ഹാൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് കിടക്കാനായിട്ട്. ഒരു കുഞ്ഞുള്ള വീടിൻ്റെയൊക്കെ അവസ്ഥ ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കും. അവർ ഉറങ്ങുമ്പോൾ മാത്രമേ ഇതൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥാനത്ത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് പിന്നെ അവരെണീറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതിൻ്റെ അവസ്ഥ പഴയതുപോലെ തന്നെ ആയിരിക്കും. അതൊരു സർവ്വസാധാരണമായ കാര്യമാണല്ലോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ രാവിലെ എണീറ്റ് ഈ വക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് അതേപടി തന്നെ നടക്കും. പക്ഷെ പള്ളിയിൽ പോക്ക് നടക്കൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി തന്നെ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് സെറ്റാക്കി വെക്കുന്നത്. പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. കല്യാണത്തിന് പോയി സദ്യയൊക്കെ കഴിച്ചു. അപ്പൊ സദ്യ കഴിച്ച് തീരാറായപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞമ്മാവ ഉണർന്നു. എന്നിട്ട് ദാ ചെരുപ്പൊന്നും ഇടാതെ നടന്നതാ പോകുന്നുണ്ട് കേട്ടോ. അവൻ കുറച്ച് സദ്യയെ കഴിച്ചുള്ളൂ. അവസാനം കല്യാണമൊക്കെ കൂടിയ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറി. ഈ പെറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പ്. ഇവിടെ ഫുള്ള് ഈ കോഴികളുടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. പറ്റുമെങ്കിൽ മേടിക്കാന്ന് കരുതി കയറിയതാണ് കേട്ടോ. കുറേ ഇനത്തിൽപ്പെട്ട കോഴികൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 5-6 ഇനത്തിൽപ്പെട്ട കോഴികളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഈ ഒരു കോഴിയെ കണ്ടു. ഇത് ഗിനിക്കോഴിയുടെ കുഞ്ഞ് കോഴികളാണ്. അപ്പോൾ അവിടെ തന്നെ കാടക്കോഴി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ താറാക്കുഞ്ഞുങ്ങളില്ലേ, അത് 2 ഐറ്റം താറാക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാടക്കോഴിയായിരുന്നു കേട്ടോ. ഈ കാണുന്ന താറാക്കുഞ്ഞുങ്ങളില്ലേ, നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിരൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊത്തിത്തരും.
അപ്പൊ അങ്ങനത്തെ ടൈപ്പ് താറാക്കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമുള്ള മഞ്ഞ നിറത്തിലുള്ള താറാക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് അവസാനം നമ്മൾ ഒന്നും മേടിച്ചില്ല. പിന്നീട് ഒരു ദിവസം ഒന്ന് മേടിക്കാന്ന് കരുതി. അവസാനം പിന്നെ നമ്മൾ പോയത് റംബൂട്ടാന്റെ അടുത്താണ് കേട്ടോ. അപ്പൊ നമ്മൾ വരിക്ക നോക്കി 1 കിലോ മേടിച്ചു. നല്ല ടേസ്റ്റുള്ള റംബൂട്ടാനായിരുന്നു. ഇതിങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് എണ്ണം ഇങ്ങനെ മരത്തിന്മേ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അവസാനം ഇവർ രണ്ടുപേരും കൂടി ഒരെണ്ണം കഴിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 1 കിലോ മേടിച്ചു. 1 കിലോയ്ക്ക് 400 രൂപയോളം ഏകദേശം വില വരുന്നുണ്ട്. നമ്മൾ വരിക്കാണ് കേട്ടോ മേടിച്ചത്. അപ്പൊ ആ കടയിലുള്ള ആ അങ്കിള് അവനൊരു റംബൂട്ടാനും കൂടെ കൊടുത്തു. അപ്പൊ അവന് ഹാപ്പി. 1 കിലോ റംബൂട്ടാൻ കിട്ടിയപ്പോഴത്തേക്ക് ഞാനും ഹാപ്പി. അങ്ങനെ കാറിന്മേൽ കയറിയിട്ട് റംബൂട്ടാൻ കഴിച്ചോണ്ടാണ് പിന്നെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ അവന് റംബൂട്ടാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം പൊളിച്ച് അവന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ റംബൂട്ടാൻ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ തൊണ്ടയിൽ കുരുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് അവന് അതിന്റെ ഫ്ലഷ് മാത്രം എടുത്തു കൊടുത്തു. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ അവസ്ഥ എന്ന് പറയുന്നത്. പ്ലീസ് ഒരെണ്ണം തരുമോ? ഇത്രയും ആവക്ക് വേണോ? ഒരു ഹായ് പറയോ? അങ്ങനെ റംബൂട്ടാൻ വെച്ചുള്ള കളിയായിരുന്നു കേട്ടോ പിന്നീട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈ ബൈ.